നമസ്കാരം. ഇക്കായി തീനിലെ അകാൽ ഔർ ഉസ്കെ ബാദ് ആ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരു കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് നാഗാർജുൻ. അപ്പോൾ കവിതയുടെ പേരാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, ക്ഷാമവും അതിനുശേഷവും. അതായത് ക്ഷാമം ഉണ്ടായപ്പോൾ ഉള്ള അവസ്ഥ, ക്ഷാമം മാറിയപ്പോഴുള്ള അവസ്ഥ, അതാണ് ഈ കവിതയിൽ പ്രതിപാദിക്കുന്നത്. കയി ദിനോം തക്ക് ചൂൽഹാ രോയ ചക്കി രഹി ഉദാസ്. കയി ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. ആദ്യത്തെ 4 വരി കവിതയാണിത്. അപ്പം ഒന്നുകൂടെ വായിക്കാം. കൈ ദിനോം തക്ക് ചൂൽഹാരോയ ചക്കി രഹി ഉദാസ്. കൈ ദിനോം തക്ക് കാനി കുത്തിയ सोई उनके पास. कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. അപ്പോൾ അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ ക്ഷാമവും അതിന് ശേഷവും. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം. കൈ ദിനോം തക്ക് അനേകം ദിവസങ്ങൾ വരെ. കൈ അനേകം. കൈ ദിനോം തക്ക് അനേകം ദിവസങ്ങൾ വരെ. ചൂൽഹാ രോയ. ചുൽഹ അടുപ്പ്. ചുൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്. അതായത് അടുപ്പ് കരഞ്ഞു. അടുപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആഹാരം പാചകം ചെയ്യുന്ന അടുപ്പ്. അപ്പോൾ കുറേ ദിവസങ്ങൾ വരെ അടുപ്പ് കരഞ്ഞു. ചക്കി രഹി ഉദാസ്. ചക്കി എന്ന് പറഞ്ഞാൽ ആട്ടുകല്ല്. ചക്കി എന്ന് പറഞ്ഞാൽ ആട്ടുകല്ല്. അപ്പോൾ ആട്ടുകല്ലും എന്ന് പറഞ്ഞാൽ അരകല്ല്, ആട്ടുകല്ല്, അങ്ങനെ പല അർത്ഥം പറയും. അപ്പോൾ ചക്കി രഹി ഉദാസ്, അരകല്ലും അല്ലെങ്കിൽ ആട്ടുകല്ലും വളരെ ദുഃഖിതയായിരുന്നു. കൈ ദിനോം തക്ക് അനേകം ദിവസങ്ങൾ വരെ. കാനി കുത്തിയ ഒറ്റക്കണ്ണിയായ പട്ടി. പട്ടിക്ക് ഒരു കണ്ണേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം കാനി കുത്തിയ ഒറ്റക്കണ്ണിയായ പെൺപട്ടി. കുത്തിയ പെൺപട്ടി, കുത്ത ആൺപട്ടി, അതിൻ്റെ സ്ത്രീലിംഗമാണ് കുത്തിയ. കുത്തിയ പെൺപട്ടി. അപ്പോൾ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി. സോയി ഉൻകെ പാസ്. സോയി ഉറങ്ങി. ഉൻകെ പാസ് അതിൻ്റെ അടുക്കൽ. ഏതിൻ്റെ അടുക്കലായിരിക്കും? ആ അരകല്ലിൻ്റെ അടുക്കൽ. ഒന്നും ചെയ്യുന്നില്ലല്ലോ, ക്ഷാമകാലമാണ്. അടുക്കളയിൽ പാചകം ചെയ്യുന്നില്ല, അരി അരയ്ക്കാൻ അരിയില്ല, അരകല്ലിലിട്ട് ഉരകല്ലിലിട്ട് പൊടിക്കാൻ അരിയില്ല, ധാന്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ചലനരഹിതമായിട്ടിരിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് അനേകം ദിവസങ്ങൾ വരെ ഒറ്റക്കണ്ണിയായ പെൺപട്ടി അതിൻ്റെ അടുക്കൽ ഉറങ്ങി. കई दिनों तक लगी भीत पर छिपकलियों की गश्त. छिपकലി എന്ന് പറഞ്ഞാൽ പല്ലി. പല്ലികൾ ഉലാത്തിക്കൊണ്ടിരുന്നു. എവിടെ? ഭിത്തിയിലൂടെ ഇങ്ങനെ വെറുതെ ഉലാത്തിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ പല്ലികൾക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ അനേകം ദിവസങ്ങൾ വരെ ഭിത്തിയിലൂടെ പല്ലികൾ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരുന്നു. കൈ ദിനോം തക്ക് ചൂഹോം കി ഭി ഹാലത്ത് രഹി ശിഖസ്ത്. അനേകം ദിവസങ്ങൾ വരെ. ചൂഹോം കി ഭി ഹാലത്ത്. ചൂഹ എലികൾ. എലികളുടെ ഹാലത്ത് അവസ്ഥ. എലികളുടെ അവസ്ഥയും. ശിഖസ്ത് രഹി എന്ന് പറഞ്ഞാൽ, ശിഖസ്ത് എന്ന് പറഞ്ഞാൽ മോശം, മോശമായിരുന്നു. അപ്പോൾ ഓരോ വാക്കിൻ്റെ അർത്ഥം എടുത്ത് പറഞ്ഞില്ലേ, ഇനി മൊത്തത്തിലുള്ള അർത്ഥം പറയാം. ഈ തക്ക് എന്ന് പറഞ്ഞാൽ വരെ എന്നാണ് കേട്ടോ. തക്ക് ഇത് കൈ ദിനോം തക്ക് ചൂൽഹാ രോയ ചക്കി രഹി ഉദാസ്. അനേകം ദിവസങ്ങൾ വരെ അടുപ്പ് കരഞ്ഞു. അരകല്ല് ദുഃഖിതയായിരുന്നു.
കയ്യീ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. അനേകം ദിവസങ്ങൾ വരെ ഒറ്റക്കണ്ണിയായ പെൺപട്ടി അതിൻ്റെ അടുക്കൽ ഉറങ്ങി. കയ്യീ ദിനോം തക് ലഗി ഭീത് പർ ചിപ്കലിയോംഗി ഗസ്ത്. അനേകം ദിവസങ്ങൾ വരെ ഭിത്തിയിലൂടെ പല്ലികളിങ്ങനെ ഉലാത്തിക്കൊണ്ടിരുന്നു. കയ്യീ ദിനോം തക് ചൂഹോം കി ഭീ ഹാലത് രഹി ശികസ്ത്. അനേകം ദിവസങ്ങൾ വരെ എലികളുടെ അവസ്ഥയും മോശമായിരുന്നു. അടുത്ത 4 വരി. ഇനി ഇത് ക്ഷാമകാലത്തെ അവസ്ഥയാണ്, ആദ്യത്തെ 4 വരി. ഇനി രണ്ടാമത്തെ 4 വരിയിലേതാ ക്ഷാമം കഴിഞ്ഞുള്ള അവസ്ഥയാണ് കൊടുത്തിരിക്കുന്നത്. दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांखें कई दिनों के बाद. दाने आए घर के अंदर. ദാന ധാന്യം. അപ്പോൾ ക്ഷാമം കഴിഞ്ഞുള്ള അവസ്ഥ പറയുകയാണ് അല്ലേ. ദാന ധാന്യം, ധാന്യങ്ങൾ വീട്ടിൽ വന്നു. ദാനേ ആയേ ഘർക്കെ അന്തർ, അന്തർ അകത്ത്, ഘർക്കെ അന്തർ വീടിൻ്റെ അകത്ത്. എപ്പോൾ കൈ ദിനോങ്കെ ബാദ് അനേകം ദിവസങ്ങൾക്ക് ശേഷം, അതായത് ക്ഷാമകാലം കഴിഞ്ഞു, അതിനുശേഷം വീടിൻ്റെ അകത്തെ ധാന്യങ്ങൾ വന്നു. ധുവാം ഉഠാ പുക ഉയർന്നു. പുക ഉയർന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. ധുവാം ഉഠാ ആംഗൺ സേ മുറ്റത്തുകൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിൽ കത്തിക്കുമ്പോൾ പുകയെല്ലാം ഇങ്ങനെ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി നടക്കും. അതിനാണ് ആംഗൺ സേ എന്ന് പറഞ്ഞാൽ. ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം. അപ്പം ധുവാം ഉഠ ആംഗൺ സേ ഊപ്പർ, മുറ്റത്തിൻ്റെ മുകളിലൂടെ പുക ഇങ്ങനെ ഉയർന്നു. എപ്പോൾ കയ്യീ ദിനോങ്കെ ബാദ് അനേകം ദിവസങ്ങൾക്ക് ശേഷം. ചമക്കുടീം ഘർ ഭർ കി ആംഖേം കയ്യീ ദിനോങ്കെ ബാദ് അനേകം ദിവസങ്ങൾക്ക് ശേഷം. ചമക്കുടീം പ്രകാശിച്ചു. ചമക്കിന പ്രകാശിക്കുക, ചമക്കുടി പ്രകാശിച്ചു. എന്താണ്? ഘർ ഭർ കി ആംഖേം വീട്ടിലുള്ളവരുടെ കണ്ണുകൾ. ഘർ ഭർ കി ആംഖേം വീട്ടിലുള്ളവരുടെ മുഴുവൻ കണ്ണുകളും പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷാമകാലം കഴിഞ്ഞു, ധാന്യങ്ങൾ വന്നു, ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ സന്തോഷമാണ് കണ്ടത്. ഇനിയോ കൗവേനെ ഖുജലായി പാങ്കേം കയ്യീ ദിനോങ്കെ ബാദ്. കാക്കകൾ ചിറകുകൾ ചൊറിഞ്ഞു. ഖുജലാന ചൊറിയുക, പാങ്കേം പങ്ക് ചിറക്. അപ്പോൾ കാക്കകൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വിശ്രമിക്കാനിരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ചിറകൊക്കെ ഇങ്ങനെ ചൊറിയുന്നത്? അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ കാക്കകൾ ചിറകുകൾ ചൊറിയാൻ തുടങ്ങി. എങ്ങനെ? കയ്യീ ദിനോങ്കെ ബാദ്. എങ്ങനെയല്ല, എപ്പോൾ? കയ്യീ ദിനോങ്കെ ബാദ് അനേകം ദിവസങ്ങൾക്ക് ശേഷം. കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. കെ പകലെ മുൻപ്, ആദ്യം എന്നൊക്കെ പറയും. അപ്പം രണ്ടാമത്തെ 4 വരിയുടെ അർത്ഥം ഞാൻ ചേർത്ത് പറയാം. ദാനേ ആയേ ഘർ കെ അന്തർ കയ്യീ ദിനോങ്കെ ബാദ്. അനേകം ദിവസങ്ങൾക്ക് ശേഷം വീടിൻ്റെ ഉള്ളിൽ ധാന്യങ്ങൾ വന്നു. ദുവാം ഉഠ ആംഗൺ സേ ഊപ്പർ കയ്യീ ദിനോങ്കെ ബാദ്. അനേകം ദിവസങ്ങൾക്ക് ശേഷം വീടിൻ്റെ മുറ്റത്ത്, മുറ്റത്തിൻ്റെ മുകളിലൂടെ പുക ഉയരാൻ തുടങ്ങി. ചമക്കുടി ഘർ ഭർ കി ആംഖേം കയ്യീ ദിനോങ്കെ ബാദ്. അനേകം ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും കണ്ണുകൾ പ്രകാശിച്ചു. കൗവേനെ ഖുജലായി പാങ്കേം കയ്യീ ദിനോങ്കെ ബാദ്. അനേകം ദിവസങ്ങൾക്ക് ശേഷം കാക്കകൾ ചിറകുകൾ ചൊറിയാൻ തുടങ്ങി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങളുണ്ടല്ലേ. അപ്പം യഹ് കിസ്കി കവിത ഹേ ഇപ്പോൾ ചോദിക്കുന്നു. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ അങ്ങനെയായിരിക്കും വരുന്നത്. യഹ് കിസ്കി കവിത ഹേ, ഇത് ആരുടെ കവിതയാണ്? യഹ് നാഗാർജുൻ കി കവിത ഹേ, ഇത് നാഗാർജുൻ്റെ കവിതയാണ്. അടുത്തൊരു ചോദ്യം. കാനി കുത്തിയ കഹാം സോയി ധി.
കാനി കുത്തിയ കഹാം സോയി ഹുയി ദി. ആ ഒറ്റക്കണ്ണിയായ പെൺപെട്ടി എവിടെയാണ് ഉറങ്ങിയത്? എവിടെയാണ്? കവിത നോക്കി തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ചക്കി കെ പാസ്, ആട്ടുകല്ലിൻ്റെ അല്ലെങ്കിൽ അരകല്ലിൻ്റെ അടുത്ത്. ചമക്കുടിയും ഘർ ഭർ കി ആങ്കേം, വീട്ടിലുള്ളവരുടെ മുഴുവൻ കണ്ണുകളും പ്രകാശിച്ചു. ഇസ്കാ മതലബ് ക്യാ ഹേ, ഇതിൻ്റെ ആശയം എന്താണ്? ആശയം ദാനേ ആനേസെ, ഘർമേം ദാനേ ആനേസെ, വീട്ടിൽ ധാന്യങ്ങൾ വന്നതുകൊണ്ട്. കണ്ടോ? ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും കവിത വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കിട്ടും. നമ്മളെപ്പോഴും ഒരു 4-5 പ്രാവശ്യം പാഠങ്ങൾ വായിക്കണം. വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ആശയം കിട്ടും. ഓക്കേ.